ദൈവത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ട് ദൈവമാതൃത്വ തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. മറ്റൊരു ദിവസത്തിലേക്ക് കൂടി എല്ലാവരെയും ഹോളി ഫെയർ മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ഭക്തിപൂർവ്വം നമുക്ക് പ്രവേശിക്കാം. മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുക്കത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക്. മിസ്റ്റർ മോൺഫോർട്ടിൻ്റെ ക്രമമനുസരിച്ചുള്ള ഈ ഒരുക്ക ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മൂന്നാം ഘട്ടത്തിൻ്റെ പ്രത്യേകത, ഇത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ കൂടുതലായി അറിയുക, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ കൂടുതലായി അറിയുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കടന്നു വരുന്ന ചിന്തകളുടെ എല്ലാം വിഷയം. ആദ്യത്തെ ദിവസത്തെ നമ്മൾ വിചിന്തന വിഷയമായിട്ട് എടുക്കുന്നത് തോൽപ്പിക്കപ്പെടാത്ത പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. തോൽപ്പിക്കപ്പെടാത്ത പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പല തരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു വിഷയമാണത്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ വായിക്കുന്നത് അമ്മ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളതാണ്. ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധ അമ്മ. ഇനി പരിശുദ്ധ അമ്മയോട് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന ഒരു വചനം പരിശുദ്ധനായ ശിമയോന്റെ പ്രവചനമാണ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ഇനി എന്താണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം? അത് തോൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആരെ വിഴുങ്ങണം എന്നറിയാതെ അലറി നടക്കുന്ന സിംഹത്തെ പോലെയാണ് പിശാച്. പിശാച് തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് എന്തിനെയാണ്? പിശാച് തോൽപ്പിക്കുവാൻ പരിശ്രമിക്കുന്നതും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തെയാണ്, ആത്മീയ ജീവനെയാണ്. അപ്പൊ ഈ ആത്മീയമായ ഈ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തിന്മയുമായിട്ടുള്ളൊരു നിരന്തരമായ പോരാട്ടം നമ്മളിലുണ്ട്. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് ഈ അവസരത്തിൽ നമുക്കൊന്ന് ഓർത്തെടുക്കാം. അപ്പോ ഒരു മനുഷ്യൻ ഈ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവനിലെ ആത്മീയ മനുഷ്യനും ഭൗതിക മനുഷ്യനും തമ്മിൽ നിരന്തരമായ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. നിരന്തരമായ ഒരു പോരാട്ടം. ഇവിടെ എപ്പോഴെങ്കിലും ഈ ആത്മീയ മനുഷ്യൻ ഒരു വ്യക്തിയിൽ പരാജയപ്പെടുന്നുണ്ടോ, അപ്പോഴൊക്കെ പിശാചിന് ആ വ്യക്തിയുടെ മേൽ ഒരു ആധിപത്യത്തിനുള്ള അവസരം കിട്ടുകയാണ്. പരിശുദ്ധ അമ്മയിൽ ഒരിക്കലും പിശാചിന് ഒരാധിപത്യം ചെലുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് പരിശുദ്ധ അമ്മയുടെ തോൽപ്പിക്കപ്പെടാത്ത വിമല ഹൃദയം. ഒരവസരത്തിലും, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ഒരവസരത്തിലും പിശാചിന് പരിശുദ്ധ അമ്മയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അമലയായി ഉത്ഭവിക്കുക മാത്രമല്ല, അമലയായിട്ട് ഉത്ഭവിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണെങ്കിൽ അമലയായ പരിശുദ്ധ അമ്മ മരിച്ചത് ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ വലിയ പ്രയത്നം കൊണ്ടുകൂടിയാണ്. സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ടല്ലോ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിക്കാൻ തമ്പുരാന് കഴിഞ്ഞു, പക്ഷെ നിന്റെ കൂടാതെ, നിന്റെ സമ്മതം കൂടാതെ, നിന്നിലെ ആത്മീയ മനുഷ്യന്റെ പോരാട്ടം കൂടാതെ നിന്നെ രക്ഷിക്കുക സാധ്യമല്ല. അപ്പോൾ തോൽപ്പിക്കപ്പെടാത്ത വിമല ഹൃദയത്തിന് ഉടമയായിരിക്കുക അമ്മ. അങ്ങനെയായിരുന്നു. അമ്മയെ തോൽപ്പിക്കാൻ ഒരിക്കലും പിശാചിന് കഴിഞ്ഞിരുന്നില്ല. അവളുടെ ഹൃദയത്തെ കീഴടക്കാൻ ഒരിക്കലും പിശാചിന് കഴിഞ്ഞിരുന്നില്ല. അത് സങ്കടങ്ങളിലൂടെ കടന്നുപോയപ്പോഴും, ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയപ്പോഴും, ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയപ്പോഴും, മകനെക്കുറിച്ചുള്ള ആകുലതകളിലൂടെ കടന്നുപോയപ്പോഴും അപ്പോഴൊന്നും പരിശുദ്ധ അമ്മ ദൈവത്തിൽ ഇടറിയിരുന്നില്ല. സ്നാപകൻ പോലും കർത്താവിൽ ഇടറി എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഒരിക്കലും കൊടുത്ത വാക്കിലോട് വിശ്വസ്തത പാലിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ദൈവത്തിൽ നിന്ന് ഇടറിയിരുന്നില്ല. അവളിൽ കളങ്കമേതുമില്ലായിരുന്നു. അമലയായി ഉത്ഭവിക്കുകയും അവൾ അമലയായി മരിക്കുകയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവളെ കീഴടക്കാൻ, അവളുടെ ഹൃദയത്തെ കീഴടക്കാൻ ഒരിക്കൽ പോലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒരിക്കൽ പോലും തിന്മയ്ക്ക് അമ്മ അവസരം കൊടുത്തിരുന്നില്ല. അതാണ് തോൽപ്പിക്കപ്പെടാതിരുന്ന, തിന്മയാൽ തോൽപ്പിക്കപ്പെടാതിരുന്ന, ജീവിത ക്ലേശങ്ങളാൽ തോൽപ്പിക്കപ്പെടാതിരുന്ന പരിശുദ്ധ അമ്മയുടെ ഹൃദയം.
നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ഹൃദയം എവിടെയൊക്കെയാണ് തോറ്റുപോകുന്നത്? ഈ ആത്മീയ സമരത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തോറ്റുപോകുന്നുണ്ടോ? ഹൃദയത്തെ ഒരു ശരീരത്തിന്റെ അവയം എന്നതിനേക്കാൾ ഉപരിയായി ആത്മീയതയുടെ പ്രതീകമായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഹൃദയം അവിടെ ഒരു അവയവുമല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ ആന്തരികതയെ സൂചിപ്പിക്കുന്ന ഒരു പദം കൂടിയാണ്. അപ്പോൾ ഈ ആന്തരികത, നമ്മുടെ ആന്തരികത എപ്പോഴെങ്കിലും പരാജയപ്പെടുന്നുണ്ടോ? നമ്മൾ തിന്മയ്ക്ക് അടിയറവ് വയ്ക്കുന്നുണ്ടോ? ക്രിസ്തു കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, അവൻ അലറി നടക്കുന്ന സിംഹത്തെ പോലെയാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ അലറി നടക്കുന്ന സിംഹത്തെ പോലെ നടക്കുന്ന തിന്മയ്ക്ക് നമ്മളുടെ ഹൃദയത്തെ നമ്മൾ അടിയറവ് വയ്ക്കുന്നുണ്ടോ? ഒരുപക്ഷെ അശുദ്ധിയുടെ സംസാരങ്ങൾ, അശുദ്ധിയുടെ പ്രവർത്തനങ്ങൾ, ചിന്തകൾ ഹൃദയത്തെ അടിയറവ് വയ്ക്കലായിരിക്കും. ശുദ്ധത കൊണ്ട് പരിശുദ്ധമ്മ തിന്മയെ പരാജയപ്പെടുത്തിയിരുന്നു. അചഞ്ചലമായ വിശ്വാസം കൊണ്ട് അമ്മ തിന്മയെ പരാജയപ്പെടുത്തിയിരുന്നു. നമുക്ക് ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ആത്മീയ സമരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അമ്മയോടൊപ്പം നിന്ന് ഈ തോൽപ്പിക്കപ്പെടാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്ക് ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവാത്മാവിൻ്റെ ശക്തി, അത്യുന്നതൻ്റെ ശക്തി ഈ ദൈവമാതൃത്വ തിരുനാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരിലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ. യേശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ. കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ, ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. കാറ്റായി വന്നെന്നെ ചലിപ്പിക്കണേ, ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ. പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോൽ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ. പന്തക്കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ നിറയണമേ. ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ.
പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പരിശ്രമശീലം, അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ. അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.